ഡിയേഴ്സ്, സ്ത്രീയുടെ ജി എന്ന സ്പോട്ട് ഉണ്ടെന്നും ഇല്ലെന്നും സാങ്കല്പികമാണെന്നും ഇങ്ങനെയിൽ നിന്ന് ഉള്ളിലേക്ക് യോനിഭിത്തിയുടെ മുകളിലായിട്ട് 2 to 3 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് നമ്മളെ വിരലൊക്കെ എത്തിക്കുന്ന ബെൻഡ് ചെയ്തിട്ടുള്ള ആ ഭാഗത്താണ് ഇത് കാണപ്പെടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കുക. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഉത്തേജിപ്പിക്കുമ്പോൾ ആ ഭാഗത്തൊരു തടിപ്പുണ്ടാവുന്നോ അല്ലെങ്കിൽ പയറുമണീനെ പോലെ ഉണ്ടാവുന്നോ, അതും അല്ലെങ്കിൽ ചിലർക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന പോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഭാഗമാണ് ഏറ്റവും ശക്തമായ രതിമൂർച്ച നൽകാൻ കഴിവുള്ള ആ ഭാഗമാണ് ഈ ജി എന്ന സ്പോട്ടിന് പറയുന്നത്. ഇനി ഈ സ്ത്രീയുടെ ജി എന്ന സ്പോട്ടിനെ എങ്ങനെ ലിംഗം കൊണ്ട് കണ്ടുപിടിക്കാം, എങ്ങനെ ലിംഗം കൊണ്ട് ഉത്തേജിപ്പിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു വെക്കുമല്ലോ. പിന്നെ എല്ലാ സ്ട്രാറ്റജിയും എല്ലാ സ്റ്റൈലും എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയെന്ന് വരത്തില്ല. നിങ്ങൾ തന്നെ അത് ചെയ്ത് നിങ്ങൾ അതിൽ പ്രാക്ടീസ് ആയിട്ട് ചെയ്യുകയാണ് വേണം. അപ്പോൾ അതിന് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ജി എന്ന സ്പോട്ടിനെ ലിംഗം കൊണ്ട് ഉത്തേജിപ്പിച്ച് വളരെ ശക്തമായ രതിമൂർച്ചയിലേക്ക് എത്താൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയുന്നതിന് മുന്നായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലിംഗത്തിൽ ഇങ്ങനെ കുരുകുരു പോലെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അരുമ്പാറ പോലെ വരുന്നുണ്ട്, അതും അല്ലെങ്കിൽ പുണ്ണുണ്ട്, കൊമ്മളയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പലരും എന്നോട് വന്ന് പറയുന്നത് ഡോക്ടറെ കാണിക്കാനുള്ള മടി കൊണ്ടാണ്. എന്നാൽ ഇത് മടി കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വലിയ അസുഖങ്ങളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോകാൻ മടിയാണെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ നടത്താവുന്നതാണ്. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ISR ആണ്, കോഴിക്കോടാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി കേരളത്തിനകത്തുള്ളവരാണെങ്കിൽ പുറത്തുള്ളവരാണെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ളവർക്കൊക്കെ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ ഉണ്ട് കേട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SY എന്ന് ടൈപ്പ് ചെയ്ത് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അതുമാത്രമല്ല, ഇതിലൂടെ നിങ്ങൾക്ക് SY എന്ന് ടൈപ്പ് ചെയ്ത് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈംഗിക രോഗങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി PDF ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ശീഘ്രസ്ഖലനമോ അതും അല്ലെങ്കിൽ ഉദാഹരണക്കുറവോ അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലിംഗ യോനി കയറാൻ പറ്റാത്ത അവസ്ഥയോ, അല്ലെങ്കിൽ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ലൈംഗികത്തിനോട് താല്പര്യക്കുറവോ ലേഡി സൈക്കോളജിസ്റ്റോ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലിംഗം യോനി കയറാത്ത അവസ്ഥയോ, ലിംഗം വളരെ ചെറുതായിട്ടും മൈക്രോ ലിംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മൈക്രോ ലിംഗത്തിന് മാത്രം കേട്ടോ, അങ്ങനെയുള്ളവർക്ക് അത് വലുതാക്കാനുള്ള സർജറിയൊക്കെ ഉണ്ട്, ലിംഗാഗ്രഭാഗം റിമൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ISR. ഓൺലൈൻ വഴി കൺസൾട്ട് ചെയ്യാൻ പറ്റും. അതിനുപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സയും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഡോക്ടർ അജയ് വർഗീസ് അടങ്ങുന്ന ഒരു ടീം തന്നെ നിങ്ങളവിടെ ഹെൽപ്പ് ചെയ്യാണ്ട് കേട്ടോ. പിന്നെ എന്ത് തരത്തിലുള്ള രോഗമാണെങ്കിൽ ഇപ്പോൾ ശീഘ്രസ്ഖലനോ അല്ല ഉദാഹരണക്കുറവോ ഒക്കെ വലിയ രോഗങ്ങളുടെ ലക്ഷണമായിരിക്കും. കാർഡിയാക്ക് ഇഷ്യൂസൊക്കെ ശരീരം ആദ്യം കാണിക്കുന്ന ലക്ഷണമായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാർഡിയാക്ക് അറസ്റ്റൊക്കെ ആയിരിക്കും അതിന് ഫലമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് കാണിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കേണ്ടതാണെങ്കിൽ നേരിട്ട് തന്നെ കാണിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള അഡ്രസ്സും അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അഡ്രസ്സും ഇന്ത്യക്ക് വെളിയിലുള്ളവർ കൺസൾട്ട് ചെയ്യുന്ന നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പുരുഷൻ്റെ ലിംഗം കൊണ്ട് എങ്ങനെ സ്ത്രീയുടെ ജി എന്ന സ്പോട്ടിനെ കണ്ടുപിടിക്കുക, അവിടെ ഉത്തേജിപ്പിക്കുക. ഒന്നാമത്തത്, സ്ത്രീ മുകളിലായിട്ട് വരുന്ന പുരുഷനെ റൈഡ് ചെയ്യുന്ന ആ പൊസിഷൻ തന്നെ. അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയാണ് അതിൻ്റെ റിതവും ആംഗിളും ഡെപ്തും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അവരാണ്. അതുകൊണ്ട് അപ്പ് ഡൗൺ ആകാനും മുമ്പോട്ടും പുറകോട്ടൊക്കെ പോകാനും അങ്ങനെയൊക്കെ മൂവ് ചെയ്ത് അവർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്ന സ്പോട്ടിൽ കറക്റ്റ് അവർക്ക് ആ ഉത്തേജനം കിട്ടുന്ന ഭാഗം അവർക്ക് കണ്ടെത്താനും ആ ആംഗിളിൽ തന്നെ വളരെ സ്പീഡായിട്ടോ അല്ലെങ്കിൽ സ്മൂത്തായിട്ടോ അവർക്ക് അവരുടെ സ്പീഡൊക്കെ നിയന്ത്രിച്ച് എങ്ങനെ ചെയ്താലാണ് അവർക്ക് അതിന് ഉത്തേജനം കിട്ടുക ആ രീതിയിൽ അവർക്ക് ആ ചെയ്യുന്ന സ്പോട്ടിനെ കണ്ടെത്താൻ പറ്റും. കൂടുതലായിട്ട് അതിനെ ഉത്തേജിപ്പിക്കാനും വളരെ ശക്തമായിട്ട് ഒരു രതിമൂർച്ചയിലെത്താൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് സാധിക്കും. ഇതാണ് ഒന്നാമത്തേത്. അടുത്തതാണ് ഡോഗി പോലുള്ള പൊസിഷൻ. ഇതാകുമ്പോൾ സ്ത്രീയുടെ പുറകിലായിട്ട് വരുന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീ ഇങ്ങനെ കൈ കുത്തി വെക്കുകയോ അല്ലെങ്കിൽ കമന്ന് കിടക്കുകയോ പല ആംഗിളിൽ, ഇപ്പോൾ പുരുഷൻ പുറകിൽ നിന്നിട്ട് ഇടുപ്പിൽ കൈ കൊടുത്തോ, പുരുഷൻ പുറകിൽ നിന്ന് ചെയ്യുമ്പോൾ ഏത് ആംഗിളിൽ ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ കിടന്നിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ ഏത് ആംഗിളിൽ ചെയ്യുമ്പോഴാണ് ആ ജി എന്ന സ്പോട്ടിന് ഉത്തേജനം കിട്ടുന്നതെന്ന് സ്ത്രീക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ആ ആംഗിൾ പറഞ്ഞു കൊടുത്ത് അവിടെ കറക്റ്റായിട്ട് ഉത്തേജിപ്പിക്കുമ്പോൾ എന്താവും, നന്നായിട്ട് ജി എന്ന സ്പോട്ട് ഉത്തേജിപ്പിക്കാനും പറ്റും. അതിലൂടെ ശക്തമായിട്ടുള്ള രതിമൂർച്ച അവർക്ക് ആസ്വദിക്കാനും പറ്റും. കാരണം ക്ലോസ് ആയിട്ട് വരുന്ന മെഷീനറി, ഇപ്പം സ്ത്രീ ഇങ്ങനെ നേരെ കാലൊക്കെ വെച്ച് കിടക്കൊണ്ടും പുരുഷൻ അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുന്നത് സ്ക്യൂസായിട്ട് വളരെ നന്നായിട്ട് എന്താ പറയുക ക്ലോസ് ആയിട്ട് സ്ക്യൂസ് ആവാനും, അതുപോലെ തന്നെ ഒരു ഡീപ്പായിട്ട് ലിംഗ യോനിയിലൊന്നും കയറിയില്ലെങ്കിലും ഒരു ജി എന്ന സ്പോട്ടിന് ഫ്രിക്ഷൻ ഉണ്ടാവുക, ഓപ്പോസിറ്റ് ഫ്രിക്ഷൻ ഉണ്ടാകാൻ വേണ്ടി ഇത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നന്നായിട്ട് ഉത്തേജിക്കാനും അതിലൂടെ അവർക്ക് ശക്തമായിട്ടുള്ള രതിമൂർച്ച കിട്ടാനും സാധിക്കും. ഫേസ് ടു ഫേസ് വരുന്നതുകൊണ്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പൊസിഷൻ വേണ്ടിയിട്ടാണ് ഇത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.